ഹായ് ഡിയേഴ്സ്, ഓണവിഭവങ്ങളിൽ ഇന്നൊരു തരം കിച്ചടിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. കുക്കുംബർ കിച്ചടി. അതിനൊരു കുക്കുംബർ എടുത്ത് തോലെല്ലാം കളഞ്ഞ് വളരെ ചെറിയ പീസായി മുറിച്ചെടുക്കണം. കിച്ചടിയും പച്ചടിയും തമ്മിലുള്ള ഡിഫറൻസ് അറിയോ കൂട്ടുകാരെ? കിച്ചടി തേങ്ങ വേവിക്കില്ല, പച്ചടിയിൽ നമ്മൾ തേങ്ങ വേവിച്ചാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാച്ചിലേഴ്സിനോ കൊച്ചു കുട്ടികൾക്കോ പോലും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് കിച്ചടി. കുക്കുംബർ കിച്ചടി ഉണ്ടാക്കാനായിട്ട് നമ്മൾ കുക്കുംബറിനെ വളരെ ചെറിയ പീസായി മുറിക്കണം. എത്ര ചെറിയ പീസാക്കുന്നോ അത്രയും നല്ലത്. ഇതിലെ വെള്ളം എല്ലാം പിഴിഞ്ഞ് കളയേണ്ടതാണ്. ഇത്രയും ചെറിയ പീസാക്കിയാണ് ഞാൻ മുറിച്ചിരിക്കുന്നത്. ഇതുപോലെ എല്ലാ പീസും മുറിച്ചെടുക്കുക. ഒരു കുക്കുംബർ മുറിച്ചപ്പോൾ നമുക്ക് ഇത്ര പീസ് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം ഉപ്പിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വയ്ക്കുക. വെജിറ്റബിൾസിൽ ഉപ്പിട്ട് മിക്സ് ചെയ്ത് കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. ഇനി വേണ്ടത് നമുക്ക് കട്ട തൈരാണ്. അധികം പുളിയില്ലാത്ത തൈരാണ് കിച്ചടിക്ക് ആവശ്യം. ഒരു സ്പൂൺ വെച്ച് തന്നെ നമ്മൾ അതിനെ വിപ്പ് ചെയ്ത ശേഷം ഒരു പാത്രത്തിലേക്ക് 6 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു വയ്ക്കുക. ഇനി നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. അതിന് 2 ടേബിൾ സ്പൂൺ തേങ്ങ, 2 പച്ചമുളക്, 1/4 ടീസ്പൂൺ കടുക് പൊടിച്ചതും ഇട്ട് അരയ്ക്കുക. ആവശ്യമെങ്കിൽ കുറച്ച് തൈര് ഒഴിച്ച് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റായി അരച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് നേരത്തെ 6 ടേബിൾ സ്പൂൺ തൈര് എടുത്ത് വെച്ചില്ലേ, അതിലേക്ക് ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. തൈരിനും തേങ്ങയ്ക്കും ആവശ്യമായ അത്ര ഉപ്പ് മാത്രം ഇതിലേക്കിട്ട് മിക്സ് ചെയ്യുക. കുക്കുംബറിൽ നമ്മൾ ഉപ്പ് നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഉപ്പ് കൂടിയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കുറഞ്ഞാൽ നമുക്ക് വീണ്ടും ഇടാമല്ലോ. കുക്കുംബറെല്ലാം പിഴിഞ്ഞ് വെള്ളമെല്ലാം മാറ്റിയ ശേഷം നമ്മുടെ തൈര് മിക്സിലേക്ക് ചേർക്കുക. ഈ കുക്കുംബറിൻ്റെ വെള്ളം നമുക്ക് വേറെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കുടിക്കാവുന്നതാണ്, കളയേണ്ടതില്ല, കുടിക്കാം. നമുക്ക് കിച്ചടി നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. നല്ലപോലെ ഇളക്കിയ ശേഷം അതിൽ ഉപ്പ് പാകത്തിനാണോ എന്ന് നോക്കണം. പോരെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി 2 നുള്ളു പഞ്ചസാര ഇട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കണം. നമ്മുടെ കുഞ്ഞ് ചീനിച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കുറച്ച് കടുക് പൊട്ടിക്കഴിഞ്ഞാൽ 2 വറ്റൽമുളക് മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഇളക്കിയ ശേഷം നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി നല്ലപോലെ മിക്സ് ചെയ്യാം. നമ്മുടെ കിച്ചടി റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ആ മധുരവും ചെറിയൊരു പുളിയും നല്ല ടേസ്റ്റാണ്. ഈ ഓണത്തിന് ഒരു വെറൈറ്റിക്ക് ഈ കിച്ചടി നിങ്ങളെല്ലാവരും ഉണ്ടാക്കണം. താങ്ക് യു ഡിയർ.